ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ റേസ് ഫ്രം ദ ഹാർട്ട്. ഇന്നത്തെ എൻ്റെ ഗസ്റ്റ് ഒരു എൻട്രപ്രണറാണ്. സ്വന്തം പാഷനെ തൻ്റെ പ്രൊഫഷനാക്കി മാറ്റിയ ആർട്ടിസ്റ്റാണ് വിനീത റാഫേൽ. വിനീതയിലേക്ക്. ഹായ് വിനീത, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റേസ് ഫ്രം ദ ഹാർട്ട്. ഹലോ. നമ്മളിപ്പോൾ പരിചയപ്പെട്ടിട്ടൊരു 3-4 വർഷമായിട്ടുണ്ടാവും. അതെ അതെ അതെ, നമ്മളൊരു ലോക്ക്ഡൗൺ സമയത്താണ്. അതെ, എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു, ഒരു സെലിബ്രിറ്റി വെഡിങ്ങിൻ്റെ എന്തോ ഒരു വർക്ക് ചെയ്യാൻ. അതിന് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ആർട്ടിസ്റ്റിനെ തപ്പി അങ്ങനെയാണ് വിനീതയുടെ അടുത്ത് എത്തുന്നത്. അപ്പോൾ വിനീത കൂടുതൽ പറയൂ, എന്താണ് വിനീത ചെയ്യുന്ന വർക്ക്? നമ്മൾ ഹാൻഡ് പെയിൻറ്റഡ് സാരീസിൻ്റെ ഒരു ഓൺലൈൻ ഷോപ്പാണ്, ഓൺലൈൻ സ്റ്റോറാണ് നമുക്കുള്ളത്. ഇല ഹാൻഡ് പെയിൻറ്റഡ് സാരീസ് എന്നാണ്. ഇല. ഓക്കെ. എത്ര നാളായി സ്റ്റാർട്ട് ചെയ്ത്? ഇപ്പോൾ ഒരു 2016 സ്റ്റാർട്ട് ചെയ്തത്. ഓ ശരി. ഇപ്പോൾ ഒരു 8 വർഷമായി. അപ്പോൾ എങ്ങനെയാണ് ഇത് പഠിച്ചത്? ഇതിനോട്ട് ഒരു ഇൻട്രസ്റ്റ് വന്ന കാര്യം? ഞാൻ ബേസിക്കലി വീട്ടിൽ ചേട്ടൻ വരയ്ക്കും. ചേട്ടൻ ആർട്ടിസ്റ്റാണ്, അങ്കിൾ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാൻ കുഞ്ഞിലേ മുതൽ ഇത് കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. അപ്പം എനിക്കൊരു ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഞാനതങ്ങനെ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. കാരണം ഞാൻ എഴുതുന്ന ഒരാളാണ്, കവിത എഴുതും. അപ്പോൾ കൂടുതൽ ആ സമയത്ത് എൻ്റെ ഫോക്കസ് മൊത്തം എഴുത്താണ്. അപ്പോൾ എനിക്കൊരു പുസ്തകം ചെയ്യണം, ഇനി വേറെ ഒന്നുമില്ല, എനിക്കൊരു പുസ്തകം, എനിക്ക് സ്വന്തമായിട്ടൊരു കവിതയുടെ പുസ്തകം ചെയ്യണം, അതായിരുന്നു എൻ്റെ ഫോക്കസ് മൊത്തം. അപ്പോൾ ആ സമയത്ത് ഞാൻ +2 കഴിഞ്ഞു, TTCക്ക് പോയി. അപ്പോൾ TTC പഠിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ വർക്ക്ഷോപ്പ് ഉണ്ടാവും, വർക്ക് എക്സ്പീരിയൻസിൻ്റെ പേപ്പറുണ്ട്. അപ്പോൾ ഈ വർക്ക് എക്സ്പീരിയൻസ് പേപ്പറിൽ ഈ ഫാബ്രിക് പെയിൻറ്റിങ് ഒരു പ്രോഡക്റ്റാണ് വെക്കേണ്ടത്. നമുക്ക് ഈ എക്സാം ഇവർ കമ്മീഷൻ ബോർഡ് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഓരോ പ്രോഡക്ട്സ് വെക്കണം. അപ്പോൾ അതിലൊരു പ്രോഡക്റ്റ് ഫാബ്രിക് പെയിൻറ് ചെയ്ത സാരിയോ എന്തെങ്കിലും ഒരു ക്ലോത്ത് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്ത് ഒരു 1 ഡേ വർക്ക്ഷോപ്പ് എന്തോ അവർ വെച്ചു. അപ്പോൾ ആ സമയം കോമഡി. അപ്പോൾ എനിക്ക് ആ സമയം വരെ പെയിൻറ്റിങ് കാണാൻ ഇഷ്ടമാണ്. ഞാനിങ്ങനെ അങ്കിളായാലും ചേട്ടനായാലും ഇവർ വരയ്ക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ സംഭവം ഭയങ്കര ഇഷ്ടമുള്ള ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ ഈ വർക്ക്ഷോപ്പിന് ഞാൻ ഭയങ്കര എളുപ്പത്തിൽ എനിക്ക് അവർ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ കോപ്പി ചെയ്യാൻ പറ്റി. അപ്പം ഞാനവിടെ അന്ന് തമാശയ്ക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് സ്കൂളിൽ ജോലി കിട്ടിയില്ലെങ്കിലും തുണിയിൽ പെയിൻ്റ് അടിച്ച് നമുക്ക് ജീവിക്കാം. അത് നമ്മൾ അറമ്പറ്റുക എന്നൊക്കെ പറയത്തില്ലേ, കറക്റ്റ്. ഇപ്പം ഞാൻ എങ്ങനെയാണ് ജീവിക്കുകയെന്ന് വെച്ചാൽ ലിറ്ററലി കറക്റ്റാണ്. അങ്ങനെയാണ് ഞാൻ ഇപ്പം ആ ഒരു ഇത് കഴിഞ്ഞപ്പോൾ TTCയിൽ ആ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു. ആ ഒരു വർക്ക്ഷോപ്പ് മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാനിങ്ങനെ ഓൺലൈൻ നമ്മൾ ട്യൂട്ടോറിയൽസ് കാണുന്നു, നമുക്കൊരു സെൽഫ് ലേണിംഗ് വേണമല്ലോ. അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് ഞാൻ പരിചയപ്പെടുമ്പം വിനീത ടീച്ചിങ് പ്രൊഫഷണൽ ആ സമയത്ത് ടീച്ചറാണ്. അപ്പം ഞാൻ ലോക്ക്ഡൗൺ ടൈമിൽ കുറച്ച് നാൾ ഓൺലൈനായിട്ട് സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ നമ്മുടെ ഒരു ബുദ്ധിമുട്ട് കാരണം സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ കംപ്ലീറ്റ്ലി ഇതിലേക്ക് തന്നെയാണ്. ഇപ്പൊ 2000 ഞാൻ ഈ TTC കഴിഞ്ഞ സമയത്ത് ഫ്രണ്ട്സിനൊക്കെ ചെയ്തു കൊടുത്തു. പിന്നെ അമ്മയുടെ കുറേ സാരീസ് നശിപ്പിച്ചിട്ടുണ്ട്. പരീക്ഷണം അമ്മ ഇപ്പോഴും പറയാൻ എൻ്റെ എന്തോരം കേരള സാരീസാണ്. കളർ സാരി എന്തായാലും തരത്തില്ല. അപ്പം പിന്നെ പരീക്ഷിക്കാനുള്ളത് കേരള സാരി മാത്രമാണ്. അപ്പം അന്ന് എനിക്കിതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും അറിയില്ല. അപ്പം നമുക്ക് വീട്ടിൽ ഇതേപോലത്തെ ഒരു സോഫയിൽ നമ്മൾ പെയിൻറ് ചെയ്യേണ്ട പോർഷൻ നിലത്തിട്ട് ബാക്കി പോർഷൻ മേളിൽ വെച്ച് അതിൻ്റെ ഇടയിൽ പ്ലാസ്റ്റിക് കവറൊക്കെ കട്ട് ചെയ്ത് വെച്ച്, അപ്പം എനിക്കിത് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല, പക്ഷെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇഷ്ടം മാത്രമേ ഉള്ളൂ, ഭയങ്കര ഇതായിട്ട്. അപ്പം ഞാൻ ഇതിങ്ങനെ ചെയ്ത് എൻ്റെ ഒരു കസിൻ സിസ്റ്ററിന് ആദ്യത്തെ ഒരു ചേച്ചിയാണ് എനിക്കൊരു ആദ്യത്തെ ഓർഡർ തരുന്നത്. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 400 ആയിരിക്കണം, ഒരു 400 രൂപയായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രോഫിറ്റ്. അത് പെയിൻറ് ചെയ്ത് എനിക്കൊരാൾ തന്ന തുക 400 രൂപയാണ്. അതൊരു ബട്ടർഫ്ലൈ, സാരിയുടെ ബോർഡർ മുഴുവൻ ബട്ടർഫ്ലൈ ചെയ്തിട്ട് അത് ഞാനിങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ദിവസങ്ങളെടുത്ത്, കാരണം ഇത് നമുക്ക് സ്പ്രെഡ് ആവരുത്, നമ്മളിത് വളരെ ഉണങ്ങിയിട്ട് വേണം അടുത്തത് പോർഷൻ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾക്ക് സ്ഥലപരിമിതിയുണ്ട്, ബാക്കി നമുക്ക് അത് വിരിച്ചിടാനുള്ള സൗകര്യക്കുറവുണ്ട്. അങ്ങനെ ആ സമയത്ത് അത് വളരെ കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ട് എനിക്ക് അന്ന് കിട്ടിയ ആ ഒരു എമൗണ്ട് ഭയങ്കര പ്രഷ്യസ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയം കൂടിയാണ്.
അപ്പോൾ പിന്നീട് അങ്ങോട്ടേക്ക് വെച്ചാൽ ഫ്രണ്ട്സിന് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്താണോ ഓൺലൈനിൽ ചെയ്ത് തുടങ്ങാം, ഒരു ബിസിനസ് ആക്കാം എന്നുള്ളൊരു ആക്കാമെന്നുള്ളൊരു ഇതിലേക്ക് ഞാൻ വരുന്നത്. ഞാൻ ആ സമയത്ത് TTC കഴിഞ്ഞു ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്തു, ഡിഗ്രി കഴിഞ്ഞപ്പോൾ സ്കൂളിൽ ജോയിൻ ചെയ്തു. ആ സമയത്ത് ഇതുപോലെ തന്നെ ഒരു ഇല എന്നുള്ളൊരു ബ്രാൻഡിലേക്ക് വന്നിട്ടില്ല ഞാൻ. പക്ഷേ ഒരു ആളുകൾ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറച്ച് പേർക്ക് ഒരു ഷർട്ട് ചെയ്തു കൊടുക്കണം, നമ്മൾ ചെയ്യുന്നു എന്നല്ലാതെ ഇതിലേക്ക് വന്നപ്പോൾ 2016 എനിക്കൊരു സിവിയർ ബാക്ക് പെയിൻ ഇഷ്യൂ വന്നു. അപ്പം സ്കൂളിൽ ജോലിക്ക് പോകാൻ പറ്റില്ല, സ്റ്റെപ്പ് പോലും കയറാൻ പറ്റാത്തത്രയും എനിക്ക് ഡിസ്ക് ബൾജിങ് പ്രോബ്ലം ആയിരുന്നു. അപ്പം ഞാൻ എനിക്ക് സ്കൂളിലെ ജോലി വിട്ടു. അപ്പം ഇനി എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഫേസ് ചെയ്യുവാണ് നമ്മൾ. കാരണം ഞാൻ പണ്ട് തൊട്ടേ നമ്മളിങ്ങനെ അങ്ങനെ ഫിനാൻഷ്യലി വേറെ ആൾ ഡിപ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ലാത്ത. അപ്പം ട്യൂഷൻ എടുത്തിട്ടായാലും നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്ത് ശീലിച്ചത് കൊണ്ട് എനിക്ക് ജോലി റിസൈൻ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അപ്പം അങ്ങനെയാണ് ഞാൻ 2016 ഇങ്ങനെ ജോലി റിസൈൻ ചെയ്തു. അപ്പോഴെൻ്റെ 2 ഫ്രണ്ട്സ് ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തുകൂടാ. അങ്ങനെ അവർക്കൊരു ജ്വല്ലറി ബുട്ടീക്ക് ഉണ്ടായിരുന്നു പനമ്പള്ളി നഗറിൽ. അങ്ങനെ ഞാൻ എൻ്റെ ആ സമയത്തെ PF എമൗണ്ടൊക്കെ കിട്ടിയ അതൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് മെറ്റീരിയൽസൊക്കെ എടുത്ത് ആ സമയത്ത് ഓണത്തിന് ഞാനൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്തു പനമ്പള്ളി നഗറിൽ. അതായിരുന്നു ഇലയുടെ ലോഞ്ചിങ്ങും എല്ലാം. അപ്പം മല്ലികാൻ്റെ ആണ് ലോഞ്ചിങ് ഒക്കെ ചെയ്തത് ആ സമയത്ത്. അത് നല്ല സക്സസ് ആയിരുന്നു കേട്ടോ, നല്ല സക്സസ് ആയിരുന്നു. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഓൺലൈനിൽ കൂടിയാണ് കൂടുതലും ഓർഡേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരുന്നത്. ഇതെല്ലാ സാരീസും വിനീത തന്നെ ഡിസൈൻ ചെയ്തിട്ടാണോ? അതെ, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അതിൻ്റെ സ്കെച്ച് ആദ്യം ചെയ്യും, എന്നിട്ട് നമ്മൾ സാരിയിലേക്ക് അത് കോപ്പി ചെയ്യും. ഒരു സാരി ചെയ്യാൻ എത്ര ദിവസം എടുക്കും ഇപ്പോൾ? ഇപ്പം നിലവിൽ എനിക്ക് ഒരു ദിവസം മതി. അല്ല, എൻ്റെ പല ഓർഡേഴ്സും മണിക്കൂറുകൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് 7 സാരിയൊക്കെ നമ്മൾ പിന്നെ ഒരു സാരിക്ക് പറയും അവർ 3 ദിവസം കിടക്കട്ടെ, മഴ പെയ്തില്ലെങ്കിൽ എനിക്ക് ഒരു ദിവസം മതി എന്ന് പറയും. ഉണങ്ങി കിട്ടണ ഒരു പ്രശ്നം. ചിലപ്പോൾ നമ്മളിപ്പം 2 സിനിമയുടെ സമയം അല്ലെങ്കിൽ ഒരു സിനിമയുടെ സമയമൊക്കെ മതി എനിക്ക് വരച്ച്. ഇപ്പം എനിക്ക് അത്രയും സ്പീഡുണ്ട്, ഇപ്പം ഇതൊക്കെ ചെയ്യാൻ സ്പീഡുണ്ട്. അത് എനിക്ക് തോന്നുന്നു അത് ഞാനിപ്പോൾ ഇത്രയും വർഷം കൊണ്ട് ചെയ്ത് വന്നതുകൊണ്ട് എനിക്ക് കിട്ടിയൊരു സ്കില്ലാന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ എന്നോട് വിനീതയുടെ കാര്യം പറഞ്ഞു തന്നത് രേഖ ചേച്ചിയാണ്. രേഖ ചേച്ചിക്ക് ഒരു സാരി കൊടുത്ത് ചേച്ചിക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ചേച്ചിയാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ഫാബ്രിക് പെയിന്റിങ് ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട്, ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി നല്ലതായിരിക്കും ആ ഓണത്തിന്. അങ്ങനെയാണ് ഞാൻ വിനീതയിലേക്ക് വരുന്നത്. അപ്പൊ രേഖ ചേച്ചിനെ ഈ സമയത്ത് പ്രത്യേകം. പിന്നെ ഇനിയിപ്പം ഭാവി പരിപാടികൾ എന്താണ് വിനീതയ്ക്ക്? എങ്ങനെയാണ് ഒരു ബ്രാൻഡായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കുറച്ചും കൂടി നല്ല രീതിക്ക് ഒരു ഷോപ്പ് പ്ലാൻ ഉണ്ട്, നടക്കട്ടെ. ഇനി കുട്ടികളെ പഠിപ്പിക്കാൻ താല്പര്യമുണ്ടോ? എനിക്ക് കുറച്ചും കൂടി നമ്മൾക്ക് കുറച്ചും കൂടി അതൊരു കഴിവുള്ള സ്ത്രീകളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അത് കൊണ്ടുവരണം എന്ന് താല്പര്യമുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് ആലോചനയിലാണ്, അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും എന്നൊക്കെയുള്ളൊരു രീതിയിൽ ചിന്ത ഇങ്ങനെ പ്ലാനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുന്നത് 1-2 തവണ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്ര അതിലോട്ട് എനിക്ക് ചിലപ്പോൾ ടീച്ചിങ് ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ പഠിത്തു. ഞാൻ ഇഷ്ടമില്ലാണ്ട് പഠിച്ച ഒരു കോഴ്സ് TTC ആണെങ്കിലും എനിക്ക് അതുകൊണ്ട് ഈ ഒരു ഗുണം ഉണ്ടായി. ഇനി വിനീതയുടെ ചെയ്തിരിക്കുന്ന സാരിയുടെ സ്പെഷ്യാലിറ്റീസിനെ കുറിച്ച് പറയാം. ഞാനിന്നൊരു സാരി കൊണ്ടുവന്നിട്ടുണ്ട്, വേണേൽ കാണിക്കാം. ഓക്കെ. ഇത് നമ്മൾ ട്രഡീഷണൽ സാധാരണ തെയ്യം കാണുന്നത് നമ്മൾ കേരള സാരീസിലായിരിക്കും. അതെ. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ നമ്മുടെ ഒരു ബുർക്ക മെറ്റീരിയൽ, പർദ്ദയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലാണിത്. കുറച്ച് ഒതുങ്ങി കിടക്കും, ഫ്ലോയി ആണ്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നതും സെയിം കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ്. ഫ്ലോയി ആണ്, നിഴലടിക്കത്തില്ല. കട്ടിയുണ്ട്. അപ്പം അതിൽ ബോഡി പ്ലെയിൻ ആക്കിയിട്ട് നമുക്ക് ഇതിലും പല്ലൂല് മാത്രം ഡിസൈൻ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. എത്ര ദിവസം എടുത്തു ഇത്? ഞാൻ ഒരു ദിവസം കൊണ്ട് സമ്മതിക്കണം. സൂപ്പർ. പിന്നെ ഒരു മൂഡാണ്, ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ എണീക്കാറുള്ളൂ. അപ്പം ഈ ഡിസൈൻസ് ഒക്കെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഫോട്ടോസൊക്കെ കാണുമ്പോഴത്തേക്കും പിൻട്രസ്റ്റിലൊക്കെ എന്തെങ്കിലും പെയിന്റിംഗ് ഒക്കെ കാണുമ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഇംപ്രൂവൈസേഷൻസ് ചെയ്തിട്ട് മനസ്സിൽ തോന്നുന്നത്, ഒരു ഇഷ്ടം തോന്നുന്നത് അങ്ങനെയാണ് എടുക്കുന്നത്. ഇപ്പം
എന്ത് വന്നാലും നമുക്കിപ്പോൾ ഒരാളുടെ ഡിസൈൻ വേറെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതിപ്പം എങ്ങനെ വന്നാലും നമ്മുടെ ഒരു സ്റ്റൈൽ അതിൽ വരും. അതെ, ഞാനിപ്പോൾ എത്രയൊക്കെ അത് കോപ്പി ചെയ്യാൻ ശ്രമിച്ചാലും നമ്മുടെ ഒരു സ്റ്റൈൽ അതിൽ ഡെഫിനറ്റ്ലി വരുന്നൊരു കാര്യം. ഇപ്പം ഞാനിപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ഇതേ സാധനമാണ് വേണ്ടെങ്കിൽ നിങ്ങൾ അവരെ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. പക്ഷെ ഇതേപോലത്തേക്കാണെങ്കിൽ ഓക്കെ ചെയ്ത് നോക്കാം. എത്ര രൂപയാണ് ഈ സാരിക്ക് വരുന്നത്? ഇതിന് ഇപ്പം 3000 വരും. ഓക്കെ, നല്ല കൂടുതലും എന്തൊക്കെ ടൈപ്പ് ഡിസൈൻസ് ആണ് വിനീത ചെയ്യാറ്? ഒരു പെർട്ടിക്കുലർ ടൈം വരെയൊക്കെ മ്യൂറലായിരുന്നേ. ഓക്കെ. ഇപ്പൊ പക്ഷെ മ്യൂറൽ അങ്ങനെ വരാറില്ല. ഇപ്പൊ കൂടുതലും ഇങ്ങനത്തെ ഫ്ലോറൽ ഡിസൈൻസ് ആണ് കൂടുതലും ചെയ്യാറുള്ളത്. ഫ്ലോറൽ എപ്പോഴും മാർക്കറ്റിൽ ട്രെൻഡിങ് ഉള്ള സംഭവമാണ്. പിന്നെ അത് എങ്ങനത്തെയാണെന്നുള്ളത് ഇപ്പം വേറൊരു ടൈപ്പ് എന്ന് വെച്ചാൽ വാട്ടർ കളർ മെത്തേഡില് നമ്മൾ ശരിക്കും വാട്ടർ കളർ പെയിന്റിങ് പോലെ തന്നെ ഇരിക്കും സാരിയിൽ. നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം ഇപ്പം ഞാനിങ്ങനെ 2-3 സാരി ഞാൻ ചെയ്ത് പരീക്ഷിച്ച് സക്സസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത് തന്നെ ഇറങ്ങും. ആദ്യം നമ്മളെല്ലാം നമ്മളിൽ പരീക്ഷിക്കും. എങ്ങനെയാണ് വിനീതിലേക്ക് ഓർഡർ ചെയ്യാൻ? എനിക്ക് കൂടുതൽ ഇപ്പം ഓൺലൈൻ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഓർഡേഴ്സ്. പിന്നെ വാട്സാപ്പിൽ കോൺടാക്ട് നമ്പർ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും. അപ്പം ഇത് റേസ് ഫ്രം ദ ഹാർട്ടിന്റെ പ്രേക്ഷകർക്ക് പ്രത്യേകം ഡിസ്കൗണ്ടോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? ഡിസ്കൗണ്ട് തരാം, ഡെഫിനറ്റ്ലി തരുന്നതായിരിക്കും. അതും ഇവിടെ സ്ക്രോൾ ചെയ്ത് വെക്കോളൂ. ഓക്കെ, ഇനി ഇങ്ങനെ പുതിയ സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിച്ചു വരുന്നവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? ഇനി ഇതിനെ പോലെ കുറേ തടസ്സങ്ങൾ ജീവിതത്തിൽ നേരിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ എനിക്കിനിയും പുതിയതെന്തെങ്കിലും ചെയ്യണം, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് താല്പര്യമില്ല, പുതിയൊരു ഇതിലേക്ക് തിരിയണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് നമ്മൾ എല്ലാവർക്കും പറ്റുന്ന കാര്യമാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാന്ന് വെച്ചാലേ ശരിയല്ലേ? ഇപ്പം ഞാൻ TC പഠിച്ചു, ഞാൻ ടീച്ചറാണ്. സ്കൂളിൽ ഒരു 7-8 വർഷം ജോലി ചെയ്ത ഒരാളാണ്. പക്ഷെ എനിക്കിഷ്ടം പെയിൻറ്റിങ് ആണ്. ഞാനിപ്പോൾ ആ ഒരു എൻ്റെ ഒരു ഇഷ്ടം വെച്ച് ഞാൻ ജീവിക്കുന്നു. പക്ഷെ അങ്ങനെ ജീവിക്കാൻ കഴിയാന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ അത് നമുക്ക് നമ്മുടെ ഇഷ്ടം ഉള്ളൊരു കാര്യം ചെയ്ത് നമുക്ക് അതിലൂടെ എന്തെങ്കിലും വരുമാനം കിട്ടുന്നെങ്കിൽ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇപ്പം പുതുതായിട്ട് ഇപ്പം ഇങ്ങനൊരു സ്വന്തമായി ഒരു 100 രൂപയെങ്കിലും സമ്പാദിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമ്മൾ വേറെ അനുഭവിച്ച് തന്നെ മനസ്സിലാവും. അത് ഒരു പ്രാവശ്യം അനുഭവിച്ചാൽ പിന്നെ നമ്മൾ പുറത്തേക്ക് പോകത്തില്ല. അപ്പം എന്തൊക്കെ വെല്ലുവിളികളായിരുന്നു ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫേസ് ചെയ്തത്? ലൈഫിൽ എല്ലാ സ്ത്രീകളും അല്ലെങ്കിൽ ഒട്ടുമിക്ക സ്ത്രീകളും അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ എനിക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അതിൽ നിന്നൊക്കെ പുറത്ത് കിടക്കാൻ പറ്റി. പക്ഷെ അതിന് പുറത്ത് കിടക്കാൻ എന്നെ സഹായിച്ചത് എൻ്റെ ഈ ഒരു സംരംഭം പാഷൻ തന്നെയാണ്. കാരണം എനിക്ക് ഇപ്പം ഞാൻ എഴുതുന്ന ഒരാളാണ്. കവിതയും വരയും 2 സൈഡിൽ വെച്ചിട്ട് ഏത് സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും കൺഫ്യൂഷനുണ്ട്. പക്ഷേ എനിക്ക് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഭയങ്കര റിലീഫാണ്. കവിത എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പെയിൻഫുള്ളാണ്. അത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു പെയിൻ ഉണ്ടാവും. എഴുത്തിൻ്റെ ഒരു ഹോണ്ടിങ് ഉണ്ടാവും. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ഞാൻ ഇതിലേക്കാണ്. അപ്പം എനിക്ക് എൻ്റെ സങ്കടങ്ങളും അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് മറക്കാനുള്ളൊരു ഓപ്ഷനായിരുന്നു പെയിൻറ്റിങ്. അങ്ങനെയാണ് ഞാൻ കൂടുതലും അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിരിക്കാനുള്ളൊരു കാരണം. ചിലപ്പോൾ ഇഷ്യൂസൊക്കെ വന്നതുകൊണ്ടായിരിക്കാം. കൂടുതലും അങ്ങനെയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ആ സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. നമ്മൾ ഒറ്റപ്പെട്ട് പോകുന്ന ഒരു സ്ത്രീ ഡിവോഴ്സായി നിൽക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ, ആ പ്രശ്നങ്ങൾ എല്ലാം ആ സമയത്ത് എനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സുഹൃത്തുക്കളാണ് എന്ന് കരുതി അത്രയും നാൾ നമ്മളെ സുഹൃത്തുക്കളായിട്ട് കണ്ടിരുന്ന ആളുകളുടെ വേറൊരു മുഖം നമുക്ക് കാണേണ്ടി വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു ആത്മവിശ്വാസവും ഉറപ്പും തന്നത് ഈ പാഷൻ തന്നെയാണ്. അതിനെ ഫോളോ ചെയ്യാന്ന് തന്നെയാണ്. അതെ. ഇപ്പം കംപ്ലീറ്റ്ലി ഇല്ല എന്നുള്ള ഇത് തന്നെയാണ് എനിക്കിപ്പോൾ. കം ബാക്ക് സ്ട്രോങ്ങർ എന്നുള്ളത്. അപ്പം വിനീത ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യട്ടെ. സാരിയിൽ പുതിയ വർക്കുകളൊക്കെ ചെയ്ത് ഇനിയും കസ്റ്റമേഴ്സിനെ സംതൃപ്തിപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും സമയം എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു. എനിക്കും ഇവിടെ വന്ന ഇത്രയും നേരം നമ്മൾ സ്ഥിരം ഫോണിൽ കത്തി വെക്കാറുണ്ട്. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത്. ആദ്യമായിട്ടാണ്. എപ്പോഴും ഓൺലൈൻ ബന്ധമാണ്. അതെ, ഫോണിൽ കൂടെയുള്ള ബന്ധമാണ്. ഇത്രയും ഒരു 6-7 വർഷത്തെ ബന്ധം ഇന്നിപ്പോൾ നമ്മൾ കണ്ട്. അതെ. അപ്പം എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.